എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ആൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പിക്കിളാണ് ചെയ്ത് കാണിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ അധികം ആരും പേര് കേട്ടിട്ടില്ലാത്തതോ അല്ലെങ്കിൽ കഴിച്ചിട്ടില്ലാത്തതോ ആയിട്ടുള്ള ഗ്രീൻ ആപ്പിൾ പിക്കിളാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ ആപ്പിൾ പിക്കിൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. 3 ആപ്പിളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി ഇതുമേൽ അല്പം പോലും വെള്ളമില്ലാതെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കണം. ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് ഈ ആപ്പിളെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. ആദ്യം നമുക്ക് കടുമാങ്ങ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇത് അരിയാം. അതേ സൈസിൽ അരിഞ്ഞെടുത്താൽ മതി. കുറച്ചുകൂടെ പുളി വേണമെന്നുണ്ടെങ്കിൽ ഇത് നാരങ്ങാ നീരാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അതായത് ഇതൊന്ന് പുരട്ടി വെച്ചിരുന്ന് കഴിഞ്ഞാൽ അതുപോലെ ആപ്പിളും കറുത്ത് പോകാതിരിക്കും. നമുക്കറിയാമല്ലോ, ആപ്പിൾ പെട്ടെന്ന് അങ്ങ് ഓക്സിഡൈസ്ഡ് ആവും അയൺ ഒരുപാടുള്ളത് കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡാർക്ക് കളർ വരും. ഇതിനുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ ലിസ്റ്റും വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. 3 ആപ്പിൾ ഏകദേശം 450 ഗ്രാമാണ് ഉള്ളത്. സ്റ്റീലിൻ്റെ പാത്രത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അലുമിനിയമോ ഒക്കെ നമുക്കറിയാമല്ലോ, പുളിയൊക്കെ ഉള്ളതുകൊണ്ട് അച്ചാറിടാൻ നല്ലതല്ല. ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണ് അച്ചാറിടാൻ നല്ലത്. അതുപോലെ തന്നെ കുറച്ച് ദിവസം ഇരിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ അരക്കപ്പ് മതി. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. എണ്ണ കൂടുതലിട്ടാൽ എന്താണെന്ന് വെച്ചാൽ ആ മുകളിൽ ഇങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് കിടക്കും. എണ്ണ ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് കടുകിടാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഉലുവ ഇടാം. ഇങ്ങനെ പൊട്ടുമ്പോഴത്തേക്ക് വെളുത്തുള്ളി ഇടാം. അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇടാം. ചോപ്പ് ചെയ്ത പച്ചമുളകും കൂടി ഇടാം. ഇനി ഒരു തീ മീഡിയം ഇതിൽ വെച്ച് വേണം ചെയ്യാൻ. ഒന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് മൂത്ത് വരാറാകുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ഇടാം. ആദ്യമേ ഇട്ടാൽ അത് വല്ലാതെ അതങ്ങ് മൂത്ത് പോകും. അച്ചാറിനകത്ത് ശകലം എണ്ണ കൂടിപ്പോയാലും അത് പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് മുകളിൽ കിടക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഉപയോഗിക്കാനായിട്ട് എടുക്കുമ്പം നമ്മൾ എണ്ണ മാറ്റിയിട്ട് വേണം എടുക്കാൻ. ഇഞ്ചി വളരെ പൊടിയായിട്ട് വേണം അരിഞ്ഞിടാൻ. വെളുത്തുള്ളി കുറച്ച് വലുതായിട്ടിട്ടാലും കുഴപ്പമില്ല. ഇപ്പോൾ ഈ വെളുത്തുള്ളി ഒരു ചെറിയ ബ്രൗൺ കളർ പോലെ അവിടെ എവിടെയും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൊണ്ടുവന്നിടാം. കറിവേപ്പില വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോൾ വെള്ളം അങ്ങ് മാറിക്കോളും. തീ ഓഫ് ചെയ്യുക. ചൂടായ എണ്ണയിലേക്ക് പൊടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം വറുത്ത് പോകും. അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു. അതുപോലെ തന്നെ പൊടികളെല്ലാം എടുത്ത് അടുത്തൊന്ന് വെച്ചേക്കണം, പെട്ടെന്ന് നമുക്ക് പൊടി അതിലേക്ക് ഇടാനായിട്ട്. അപ്പോൾ ആ വെളുത്തുള്ളി ഒരു ചെറിയ ബ്രൗൺ കളർ പോലെ ആയി. ഇനി ഈ പൊടി ഇടുന്നതിന് മുമ്പായിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ വിനെഗർ ഒഴിക്കുകയാണ്. സൂക്ഷിച്ചൊഴിക്കണം. അതിലേക്ക് മുളക് പൊടി ഞാൻ തന്നിരിക്കുന്ന അളവിനെക്കാട്ടിലും കൂടുതലോ കുറവോ നിങ്ങളുടെ എരിയുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മഞ്ഞൾ, കായം. തീ ഓഫ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇത് കരിഞ്ഞു പോകുമെന്ന് നമ്മൾ പേടിക്കണ്ട. എന്നിട്ട് വേണമെങ്കിൽ ഇനി ചെറുതായിട്ട് തീ നമുക്കൊന്ന് ഓൺ ചെയ്യാം. പക്ഷേങ്കിൽ ഈ പൊടി ഇടുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം വിനെഗർ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് പൊടി ഇട്ടാൽ നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് ഉപ്പിടാം. ഇതുവരെ ഉപ്പിട്ടില്ലല്ലോ നമ്മൾ. ഈ പൊടി എണ്ണയ്ക്കകത്ത് ഡയറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പൊടിക്ക് കൊഴുപ്പുണ്ടാവില്ല. ഇതിപ്പം ഈ പൊടിക്കൊരു കൊഴുപ്പുണ്ടാവും നമ്മൾ വെള്ളത്തിൽ ചേർത്തിടുമ്പോൾ, അതായത് വിനെഗർ ചേർത്തിട്ട് പിന്നെ ഇടുമ്പോൾ. ഇനി ഞാൻ ചെറുതായിട്ട് തീ ഒന്ന് ഓൺ ചെയ്യുകയാണ്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾ ഇടാം. നന്നായിട്ട് ഇളക്കി ചേർക്കാം. ആപ്പിൾ ഇട്ടതിന് ശേഷം നമ്മൾ ഒരുപാട് നേരം ഇനിയും വെച്ച് തിളപ്പിക്കാനോ വേവിക്കാനോ ഒന്നും പോകണ്ട. നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്താൽ മതി. നമ്മുടെ ആപ്പിൾ പിക്കിൾ റെഡിയാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ആപ്പിൾ വെന്ത് പോകാൻ പാടില്ല. 2 ദിവസം കഴിയുമ്പോഴത്തേനും നല്ല സെറ്റാവും. കുപ്പിക്കകത്തിട്ട് അടച്ചു വയ്ക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ, ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.